ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്ന നിലപാടിലാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റക്കാരെ നാട് കടത്താൻ സൈന്യത്തിന്റെ സഹായം അടക്കം തേടുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. അതിർത്തി രാജ്യങ്ങൾ വഴിയുള്ള നുഴഞ്ഞുകയറ്റം തടയണം എന്നതാണ് ട്രംപിന്റെ നിർദ്ദേശം. ഇതിനായി കാനഡയോടും മെക്സിക്കോയോടും കർശനമായ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. മെക്സിക്കൻ അതിർത്തി കടന്നെത്തുന്നവരെ തടയാൻ മുൻ ട്രംപ് ഭരണകൂടം മതില് കെട്ടലും അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തലും അടക്കം നിരവധി പദ്ധതികൾ അവതരിപ്പിച്ചിരുന്നു. ഇതോടെ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങാൻ കാനഡ ഒരുങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കനേഡിയൻ അതിർത്തിയിലും കർശനമായ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് കാനഡ. ഇത്തരം വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ ഭീഷണിയിൽ കാനഡ വീണു എന്ന രൂപത്തിൽ ട്രംപ് ശ്രമിക്കുന്നത് എന്താണ്? അനധികൃതമായ കുടിയേറ്റം തടഞ്ഞെങ്കിൽ മാത്രമേ രാജ്യത്തിന് അടിത്തറയുണ്ടാകൂ, സമാധാനമുണ്ടാകൂ. അതുകൊണ്ട് നിയമപരമായ മാർഗത്തിലൂടെ വരുന്നവർ വന്നോട്ടെ. എന്നാൽ അമേരിക്ക മാത്രം അനധികൃത കുടിയേറ്റത്തെ തടഞ്ഞതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടാകുമോ? ഇല്ല. അപ്പോൾ ആ രൂപത്തിൽ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ മെക്സിക്കോയും കാനഡയും അതേ ശക്തമായ രൂപത്തിലുള്ള നിലപാട് സ്വീകരിക്കണം. ജനുവരി 20 ട്രംപ് അധികാരമേൽക്കുന്നതോടുകൂടി കാനഡ തങ്ങളുടെ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കണമെന്നും അല്ലാത്ത പക്ഷം കാനഡയുടെ ഉൽപ്പന്നങ്ങൾ 25% നികുതി ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റവും ലഹരി പദാർത്ഥങ്ങളുടെ കടത്തും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് തന്റെ തീരുമാനമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. കാനഡ അതിർത്തി സുരക്ഷയിൽ അയവ് കാണിക്കുന്നു എന്നാണ് ട്രംപിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിന് പിന്നാലെ കാനഡയെ അമേരിക്കയുടെ ഒരു സംസ്ഥാനമായി ചേർക്കണമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ കാനഡ സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറഞ്ഞും ട്രംപ് പരിഹസിച്ച് രംഗത്ത് വന്നു. ട്രംപിന്റെ നടപടിക്ക് പിന്നാലെ അതിർത്തി സുരക്ഷയ്ക്കായി 900 മില്യണിന്റെ പദ്ധതി ആരംഭിക്കാനാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ തീരുമാനം. കാരണം ട്രംപിന്റെ ഭീഷണിയാണ് ഇത്. സ്വന്തം രാജ്യത്തിന്റെ ഒരു മുൻകരുതൽ എന്ന വണ്ണം ട്രൂഡോ അത് നടപ്പാക്കാൻ ബാധ്യസ്ഥനുമാണ്. ഇതോടെ കാനഡ വഴി US-ലേക്കുള്ള നുഴഞ്ഞുകയറ്റം ഇന്ത്യക്കാരായിരുന്നു പ്രധാനമായും ഈ പാത ഉപയോഗിച്ചിരുന്നത്. ഇത്തരം നുഴഞ്ഞുകയറ്റം തടയേണ്ടതുണ്ട്. കാരണം ഈ പാത ഇന്ത്യക്കാരാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോ ഇന്ത്യക്കു കൂടി ഇത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും. ഇന്ത്യക്കാരല്ല നുഴഞ്ഞുകയറ്റക്കാരായി US-ലേക്ക് എത്തുന്നത്. പക്ഷെ എന്നാലും ഇന്ത്യക്കാര് വരുന്ന പാത കൂടി ആയതുകൊണ്ട് നുഴഞ്ഞുകയറ്റം ഒരു പരിധിവരെ ഇന്ത്യയെയും ബാധിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. US-ലേക്ക് വലിയ ഒരു ശതമാനം ഇന്ത്യക്കാരും എത്തിയത് അനധികൃത കുടിയേറ്റക്കാരായിട്ടാണത്രേ. ഇന്ത്യ ഇതുവരെ കുടിയേറ്റക്കാരായിട്ട് എത്തിയിരുന്നിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ വലിയ രൂപത്തിൽ US-ലേക്ക് കുടിയേറ്റക്കാരായി, അനധികൃത കുടിയേറ്റക്കാരായി ഇന്ത്യക്കാരും എത്തിയിട്ടുണ്ട് എന്നും അവരെ പുറത്താക്കലാണ് തന്റെ ലക്ഷ്യമെന്നും ട്രംപ് കൃത്യമായ രൂപത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി പ്രതികരിക്കുന്നു. മുഖം നോക്കിയുള്ള പ്രതികരണമല്ല. മെക്സിക്കോയിലൂടെയും കാനഡയിലൂടെയും കടൽ വഴിയും രാജ്യത്തെത്തിയ പലരും നിലവിൽ രാജ്യത്തെ പൗരന്മാരാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് 2022 കണക്ക് പ്രകാരം US-ൽ 7,25,000 ഇന്ത്യക്കാരുണ്ട്. ഇതിൽ വലിയൊരു ശതമാനവും അനധികൃത കുടിയേറ്റക്കാരാണത്രേ. 2022 1,09,535 പേരാണ് US-ലേക്ക് കുടിയേറിയത്. ഇതിൽ 17,000 പേരും ഇന്ത്യക്കാരാണ്. 2023 ഇത് 30,010 ഇന്ത്യക്കാരായിട്ട് ഉയർന്നു. ഈ വർഷം ഇത് 43,764 പേരായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. ഈ സംഖ്യ അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നെന്നും അതുപോലെ കാനഡയും മെക്സിക്കോയും നാണം കെട്ട് പിന്മാറണമെന്നുമാണ് ട്രംപ് പറയുന്നത്. നേരത്തെ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്നവർക്ക് US പൗരത്വം ലഭിക്കുന്ന നിലവിലെ രീതി അവസാനിപ്പിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അധികാരമേറ്റാൽ ഉടൻ ഇത് അവസാനിപ്പിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി.
ജനനത്തിലൂടെ പൗരത്വം ലഭിക്കുന്നത് അവസാനിപ്പിക്കുമെന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. US-ലേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കുക എന്നതാണ് പുതിയ തീരുമാനത്തിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്. അതേസമയം പൗരത്വം സംബന്ധിച്ച നയത്തിലെ മാറ്റം നിയമയുദ്ധത്തിലേക്ക് വഴിതെളിക്കുമെന്നാണ് ഇപ്പോൾ തെളിയുന്നത്. നിലവിലെ നിയമപ്രകാരം അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായും US പൗരത്വം ലഭിക്കും. രാജ്യത്ത് നിയമവിരുദ്ധമായി കഴിയുന്ന മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾക്കും ടൂറിസ്റ്റ്, സ്റ്റുഡൻസ് വിസ പോലെയുള്ള താൽക്കാലിക വിസയിലെത്തി US-ൽ കഴിയുന്നവരുടെ കുട്ടികൾക്കും എല്ലാം ഈ ആനുകൂല്യമുണ്ട്. അമേരിക്കയിൽ പൗരത്വം ജന്മാവകാശമായി നൽകുന്നത് കുറെ കാലമായി വലിയ രൂപത്തിലുള്ള ചർച്ചാ വിഷയമാണ്. US-ന്റെ ഈ പൗരത്വ നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപും അനുയായികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം. അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിന് കർശനമായ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് ഇവരുടെ വാദം. എന്നാൽ പൗരത്വം ജന്മാവകാശമായി ലഭിക്കുന്നത് ഭരണഘടനാപരമായ അവകാശമാണ് എന്നാണ് മറുവാദം ഉന്നയിക്കുന്നവർ പറയുന്നത്. 14ാം ഭരണഘടനാ ഭേദഗതിയാണ് ഈ അവകാശം ഉറപ്പു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നയത്തിൽ കൈവയ്ക്കുന്നത് അത്ര എളുപ്പമല്ലെന്നും അതിന് ശ്രമിക്കുന്നത് രാജ്യത്തിന് ദോഷകരമാകുമെന്നും നയത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു. ആദ്യ ടേമിലേതുപോലെ തന്നെ സമാധാനപ്രിയനായ പ്രസിഡന്റ് ആയിരിക്കില്ല രണ്ടാമത്തെ ടേമിൽ താന് എന്ന് പറയാതെ പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ദിവസം ഇന്ത്യക്കും കാനഡയ്ക്കും ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. കാനഡയെ അമേരിക്കയുടെ ഒരു സംസ്ഥാനമാക്കണമെന്നാണ് ഒടുവിൽ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാനഡ അമേരിക്കയിലെ 51ാമത്തെ സംസ്ഥാനമാകുന്നത് മികച്ച ആശയമാണ് എന്ന് അദ്ദേഹം പരിഹസിച്ചു. കനേഡിയൻ പൗരന്മാരിൽ കൂടുതലും കാനഡ അമേരിക്കയിലെ ഒരു സംസ്ഥാനമാകണമെന്ന അഭിപ്രായക്കാരാണ്. അതൊരു മികച്ച ആശയമാണ്. അങ്ങനെ ചെയ്താൽ പല കാര്യങ്ങളിലും അവർക്ക് ചെലവ് ഭീമമായി കുറയ്ക്കാൻ കഴിയും. ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പരിഹസിച്ചത് ഇങ്ങനെയാണ്. ട്രംപ് ഇത്തരം ഒരു ആവശ്യം പരസ്യമായി ഉന്നയിക്കുന്നത് ആദ്യമായിട്ടല്ല. എന്നാൽ അതിർത്തിയിലെ പ്രശ്നങ്ങളും മയക്കുമരുന്ന് കടത്തും ഉൾപ്പെടെ കാനഡയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അഭിപ്രായ പ്രകടനം പുതിയ മാനം കൈവരിച്ചിരിക്കുകയാണ്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ കാനഡയുടെ ഗവർണർ എന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ട്രംപ് ആവർത്തിച്ച് പരാമർശിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയത്തിന് ശേഷം ട്രംപിനെ ട്രൂഡോ സന്ദർശിക്കുകയും ഒന്നിച്ച് അത്താഴം കഴിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ട്രൂഡോയെ പരിഹസിച്ചുകൊണ്ട് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത്. കഴിഞ്ഞ ദിവസം ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് കാനഡയുടെ ഗവർണർ ജസ്റ്റിൻ ട്രൂഡോയ്ക്കൊപ്പം അത്താഴം കഴിച്ചത് സന്തോഷകരമായിരുന്നു. താരിഫുകളും വ്യാപാരവും സംബന്ധിച്ച് ആഴത്തിലുള്ള ചർച്ചകൾ നടന്നു. ചർച്ചകൾ തുടരാൻ ഗവർണറെ വീണ്ടും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഫലങ്ങൾ എല്ലാവരെയും അതിശയിപ്പിക്കുന്നതായിരിക്കും എന്നാണ് ട്രംപ് കുറിച്ചത്. കാനഡയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും തടയാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ 25% താരിഫ് ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ഒരു തവണയല്ല, പലതവണയാണ്. അത്തരമൊരു തീരുമാനമെടുത്താൽ കാനഡ തകരുമെന്ന് ട്രൂഡോ പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ ഒരു സംസ്ഥാനമാക്കൂ എന്നാണ് ട്രംപ് പറഞ്ഞത്. അതിനുശേഷമാണ് കാനഡ അമേരിക്കയുടെ ഭാഗമാകണമെന്ന് ട്രംപ് ആവർത്തിക്കാൻ തുടങ്ങിയത്. അടുത്തിടെ നടന്ന ഒരു പൊതുജന അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത 13% കാനഡക്കാരും രാജ്യം അമേരിക്കയോട് ചേർക്കുന്നത് നന്നായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത്. ഇതും ട്രംപിന് ഊർജം നൽകിയെന്നാണ് കരുതുന്നത്. ട്രൂഡോയുടെ കടുത്ത വിമർശകനായ ഇലോൺ മസ്ക് ട്രംപിന്റെ അടുപ്പക്കാരനാണ്. ട്രൂഡോ ഭരണത്തിന്റെ അവസാനം അടുത്തു എന്ന നിലയിൽ മസ്ക് അടുത്തിടെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ പരാമർശത്തെ അങ്ങേയറ്റത്തെ അപമാനമായിട്ടാണ് കാനഡ കണക്കാക്കുന്നത്. ഇത് തമാശയല്ല, അപമാനമാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി കൂടിയാണിത് എന്നാണ് കനേഡിയൻ അധികൃതർ തന്നെ പറയുന്നത്. എന്നാൽ ബലം പ്രയോഗിച്ചുൾപ്പെടെയുള്ള കാനഡയെ അമേരിക്കയോട് ചേർക്കുന്ന തീരുമാനങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നാണ് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നന്ദി.